നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് SQL-നകത്തെ ബേസിക് ഓപ്പറേഷൻസ് ആണ്. ബേസിക് ഓപ്പറേഷൻസ് വരുന്നതാണ് ക്രിയേഷൻ, ഇൻസേർഷൻ, വ്യൂവിംഗ്, അപ്ഡേഷൻ ആൻഡ് ഡിലീഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യത്തേതായ ക്രിയേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ആൻഡ് വ്യൂവിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് കമാൻഡുകളാണ് ഇൻസേർഷൻ ചെയ്യാനും ഡിലീഷൻ ചെയ്യാനും അപ്ഡേഷൻ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യൂവിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് സെലക്ട് എന്ന് പറയുന്നത്. ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻസേർട്ട് കമാൻഡ്. Insert is used to add a single tuple or row to a relation or table. We must specify the relation name and a list of values for the tuple. The values should be listed in the same order in which the corresponding attributes were specified in the create table command. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻസേർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് വെച്ചാൽ ഒരു ടേബിളിനകത്ത് അല്ലെങ്കിൽ ഒരു റിലേഷനകത്തെ ടപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ടപ്പിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടപ്പിളിനകത്ത് എത്ര ആട്രിബ്യൂട്ടുകൾ ഉണ്ടോ അവയ്ക്കെല്ലാം ഉള്ള വാല്യൂസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡിനകത്ത് നമ്മൾ ആട്രിബ്യൂട്ടുകളെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡർ എന്താണോ ആ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും പുതിയ വാല്യൂസ് ഇൻസേർട്ട് ആവുന്നത്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇപ്പൊ ജനറൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ഇൻറ്റു സ്പേസ് ടേബിളിന്റെ നെയിം, വാല്യൂസ് എന്ന് പറയുന്ന കമാൻഡ്, പിന്നെയോ പരാന്തസിസിനകത്ത് നമ്മുടെ ആട്രിബ്യൂട്ടുകളുടെ വാല്യൂകളാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രിംഗ് ആയിട്ടുള്ളവയാണെങ്കിൽ നമ്മൾ സിംഗിൾ കോട്ടിനകത്ത് കൊടുക്കും. നമ്പർ ആയിട്ടുള്ളവയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് കൊടുക്കും? സിംഗിൾ കോട്ട് ഇല്ലാതെ കൊടുക്കും. സ്ട്രിംഗ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതായത് ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അവയെ സിംഗിൾ കോട്ടിനകത്തും, സ്ട്രിംഗ് അല്ലാത്തവയെ നമ്പർ ആയിട്ടൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ സിംഗിൾ കോട്ട് ഇല്ലാതെയും ആയിരിക്കും കൊടുക്കുന്നത്. ആ കാര്യം ഓർത്ത് വെക്കുക. ഇതൊരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടുകളുടെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടേബിൾ നെയിം എന്ന് പറയുന്നത്. ആ ടേബിളിനകത്ത് എങ്ങനെയാണോ ആട്രിബ്യൂട്ടുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഓർഡറിലാണ് ഇവിടെ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് നെയിം ആണ് ഒന്നാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ. രണ്ടാമത്തെ മിഡിൽ നെയിം എന്ന് പറയുന്ന രണ്ടാമത്തെ ആട്രിബ്യൂട്ട്, അതിന് കറസ്പോണ്ടിങ് വാല്യൂ. പിന്നെ ലാസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് വാല്യൂ, നമ്പറിന് കറസ്പോണ്ടിങ് വാല്യൂ, ഡേറ്റ്, അങ്ങനെ ഓരോ ആട്രിബ്യൂട്ടുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും ഇവിടുത്തെ ഒന്നാമത്തെ ടപ്പിൾ അല്ലെങ്കിൽ ഒന്നാമത്തെ റോ ആയിട്ട് ഇൻസേർട്ട് ആകുക എന്ന് പറഞ്ഞാൽ. ഇനി ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ കൂടാതെ യൂസറിന് തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടും ആട്രിബ്യൂട്ടുകൾക്ക് വാല്യൂസ് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാന്നുള്ള രീതിയാണ് ഈ തന്നിരിക്കുന്നത്. നോക്കുക, അതായത് നമുക്ക് നമ്മുടെ ടേബിളിനകത്ത് എല്ലാ ആട്രിബ്യൂട്ടുകൾക്കും ചിലപ്പോൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ടില്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം യൂസറിന് തന്നെ ഏതൊക്കെ ആട്രിബ്യൂട്ടുകൾ വേണമെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് അവയ്ക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം. അങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നാണ് തന്നിരിക്കുന്നത്. നോക്കുക, ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയി. എംപ്ലോയിക്കകത്ത് നമ്മൾ ആട്രിബ്യൂട്ടുകളുടെ ഓർഡർ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഏതൊക്കെ ആട്രിബ്യൂട്ടുകൾക്ക് മാത്രം വാല്യൂസ് കൊടുത്താൽ മതി അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എസ് നെയിമിനും എൽ നെയിമിനും ഡി നമ്പറിനും SSN എന്ന് പറയുന്ന 4 ആട്രിബ്യൂട്ടുകൾക്ക് മാത്രമേ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നോക്കുക, എസ് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് റിച്ചാർഡ് എന്ന് പറയുന്ന വാല്യൂ വരും. എൽ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് മെറൈനി എന്ന് പറയുന്ന വാല്യൂ വരും. ഡി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 വരും. SSN കറസ്പോണ്ടിങ് ആയിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറും വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യൂസർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ടുകൾ ലിസ്റ്റുകൾക്ക് മാത്രമേ വാല്യൂസ് ഇൻസേർട്ട് ആവുകയുള്ളൂ. ബാക്കിയുള്ളവയ്ക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയോ അല്ലെങ്കിൽ നൾ വാല്യൂവോ ആയിരിക്കും ഇൻസേർട്ട് ആവുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടുത്തെ ഓർഡർ, അതായത് നമ്മൾ നേരത്തെ ഇൻസേർട്ട് കമാൻഡ് പറഞ്ഞപ്പോൾ പഠിച്ചായിരുന്നു ക്രിയേറ്റ് ടേബിളിനകത്ത് എന്ത് ഓർഡർ ആണോ കൊടുത്തിരിക്കുന്നത് ആ ഓർഡറിൽ മാത്രമേ നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ യൂസർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ യൂസർ ആട്രിബ്യൂട്ടുകൾക്ക് കൊടുക്കുന്ന ഓർഡർ ഏതാണോ ആ ഓർഡറിലായിരിക്കും നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ആവുന്നത്. അല്ലാത്തവയ്ക്ക് ഡിഫോൾട്ട് വാല്യൂവോ അല്ലെങ്കിൽ നൾ വാല്യൂവോ ആയിരിക്കും ഇൻസേർട്ട് ആവുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒന്നിലധികം റോസ് അല്ലെങ്കിൽ ടപ്പിൾസിനെ ഇൻസേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
ഈ പരാന്തസിസ് കണ്ടോ, ഈ പരാന്തസിസ് ക്ലോസ് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത് ഒരു റോ ആണെന്നാണ്. അപ്പൊ ഇവിടെ കോമ ഇട്ട് കഴിഞ്ഞ് അടുത്ത പരാന്തസിസ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് ഇതുപോലെ സെറ്റ് ഓഫ് വാല്യൂസ് കൊടുക്കുക, പരാന്തസിസ് ക്ലോസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് 3 റോ ഉണ്ടെങ്കിലോ കോമ ഇടുക, വീണ്ടും പരാന്തസിസ് ഓപ്പൺ ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. ഇനി എപ്പോഴാണ് എൻഡ് ചെയ്യേണ്ടത് അപ്പൊ മാത്രം സെമിക്കോളൻ ഇട്ട് എൻഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ പരാന്തസിസുകൾ കൊടുത്തു അതായത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് പരാന്തസിസുകൾ കൊടുത്താൽ നമുക്ക് ഒന്നിലധികം ടപ്പിൾസ് അല്ലെങ്കിൽ റോസിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് ഇൻസേർട്ടിന്റെ തന്നെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു SQL തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്ട് ആവുന്നു. അങ്ങനെ ഒരു കേസിൽ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഇല്ല. അപ്പൊ 2 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഇല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന റോ എന്ന് പറയുന്നത് ഇൻസേർട്ട് ആവുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ ഡിലീറ്റ് കമാൻഡ് ആണ്. ഡിലീറ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ ടേബിളിനകത്ത് ഓൾറെഡി ഉള്ള ടപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. The delete command removes tuples from a relation. It includes a where clause similar to that used in SQL query to select the tuples to be deleted. അതായത് ഡിലീറ്റ് കമാൻഡിന്റെ കൂടെ നമുക്ക് where clause യൂസ് ചെയ്യാം. എന്തെങ്കിലും കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ where clause കൂടെ യൂസ് ചെയ്യുന്നത്. ഇനി ഡിലീറ്റ് കമാൻഡിന്റെ കൂടെ നമ്മൾ where clause യൂസ് ചെയ്തില്ല എങ്കിൽ ആ ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസും ആയിരിക്കും ഡിലീറ്റ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് പോകുന്നത്. where clause കൊടുത്താൽ ആ വേറിനകത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് മാത്രമേ റിമൂവ് ആയിട്ട് പോവുകയുള്ളൂ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ടേബിളിൽ നിന്ന് അറ്റ് എ ടൈമില് ഡിലീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഒന്നിലധികം ടേബിളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി ട്രിഗേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഓൺ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ ഓൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള യൂസർ തന്നെ സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൺസ്ട്രെയിൻസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിലധികം ടേബിളിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരൊറ്റ ഡിലീറ്റിംഗ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിലധികം ടപ്പിൾസിനെയോ ഒന്നിലധികമോ ടപ്പിൾസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ബേസ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ where clause-നകത്ത് കൊടുക്കുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. where clause-നകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് എല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും. അത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആണ്, നോക്കുക. ഡിലീറ്റ് ഫ്രം എംപ്ലോയി where name equal to brown. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സിന്റാക്സ് എങ്ങനെ വരും? ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം where കണ്ടീഷൻ. ഇവിടെ ടേബിൾ നെയിം ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? എംപ്ലോയി ആണ് ടേബിൾ നെയിം. കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് നോക്കുക, name ബ്രൗൺ ആയിട്ടുള്ള ടപ്പിള് ഡിലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് നിന്നും name ബ്രൗൺ ആയിട്ടുള്ള ആളുടെ റോയെ ഡിലീറ്റ് ആയിട്ട് പോകും അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് പോകും. ഇനി അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടീഷൻസ് മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇവിടെ SSN ഈ തന്നിരിക്കുന്ന നമ്പർ ആയിട്ടുള്ള റോ ആയിരിക്കും റിമൂവ് ആയിട്ട് പോകുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ആയിട്ടുള്ള ആളുടെ ടപ്പിൾ ആയിരിക്കും റിമൂവ് ആയിട്ട് പോകുന്നത്. ഇനി ഇവിടെ നോക്കുക, ഡിലീറ്റ് ഫ്രം എംപ്ലോയി എന്ന് തന്നിട്ടുള്ളൂ, where clause ഇവിടെ തന്നിട്ടില്ല. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തെ എല്ലാ ടപ്പിൾസും ഡിലീറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ എല്ലാ ടപ്പിൾസിനെ ഡിലീറ്റ് ചെയ്താലും ആ ടേബിളിന്റെ ഡെഫിനിഷൻ അവിടെ തന്നെ ഉണ്ടാകും. ആ ഡെഫിനിഷൻ കളയണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യണം? ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പൊ ഡിലീറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ടപ്പിൾസ് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ടേബിളിനെ മുഴുവനായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഓപ്പറേഷൻ ആണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് അപ്ഡേറ്റ് കമാൻഡ്. The update command is used to modify attribute values of one or more selected tuples. As in the delete command, a where clause in the update command selects the tuples to be modified from a single relation. അപ്പോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നേ? നമ്മുടെ ടേബിളിനകത്ത് ഓൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആട്രിബ്യൂട്ടുകളുടെ വാല്യൂസിനെ
ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ ഡിലീറ്റിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേർ ക്ലോസ് എവിടെയും യൂസ് ചെയ്യാം, അപ്ഡേറ്റിനകത്തും യൂസ് ചെയ്യാം. കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്ഡേറ്റ് കമാൻഡിന്റെ കൂടെ തന്നെ വരുന്നൊരു ക്ലോസ് ആണ് സെറ്റ് ക്ലോസ്. പുതിയ വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കുക. അപ്ഡേറ്റ് പ്രൊജക്ട് സെറ്റ് p ലൊക്കേഷൻ ഈക്വൽ ടു ബെല്ലയർ dnum ഈക്വൽ ടു 5 where p number ഈക്വൽ ടു 10. അപ്പൊ സിന്റാക്സ് എങ്ങനെ വരും? അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് ആട്രിബ്യൂട്ട് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വേറെ കണ്ടീഷൻ. ഇപ്പൊ ഇവിടെ ടേബിൾ നെയിം ആയിട്ട് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് ആണ്. അവിടെ p ലൊക്കേഷന്റെയും dnum എന്ന് പറയുന്ന ആട്രിബ്യൂട്ടുകളുടെ വാല്യൂ ആണ് പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെയുള്ള കണ്ടീഷൻ എന്താണ്? p നമ്പർ എവിടെയാണോ 10 ആയിട്ടുള്ളത് ആ ടപ്പിളിനകത്ത് വേണം ഈ ആട്രിബ്യൂട്ടുകളുടെ വാല്യൂ ചേഞ്ച് ആകാനായിട്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. നമുക്ക് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒന്നിലധികം ടപ്പിൾസിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അപ്പൊ അവിടെ കൊടുക്കുന്ന വേർ കണ്ടീഷൻ അനുസരിച്ചാണ് ഒരു ടപ്പിൾ ആണോ അല്ലെങ്കിൽ ഒന്നിലധികം ടപ്പിൾസ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് പുതിയ വാല്യൂ സെറ്റ് ചെയ്യാവുന്ന പോലെ തന്നെ ഉള്ള വാല്യൂസിന് നമുക്ക് നള്ളായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഫോൾട്ട് വാല്യൂസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഏത് യൂസ് ചെയ്തിട്ട്? അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന ഇൻസേർഷനും അപ്ഡേഷനും ഡിലീഷനും. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വ്യൂവിംഗ് ഓപ്പറേഷൻ ആണ്. വ്യൂവിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് സെലക്ട് കമാൻഡ്. The basic form of the select statement, sometimes called a mapping or a select from where block, is formed of the three clauses selected from a where and has the following form. Select clause യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിളിൽ നിന്നും ഡേറ്റാനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് സെലക്ട് ക്ലോസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ബേസിക് സിന്റാക്സ് ആണ് തന്നിരിക്കുന്നത്. നോക്കുക. സെലക്ട് ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഫ്രം ടേബിൾ ലിസ്റ്റ് വേറെ കണ്ടീഷൻ. ഇതുകൊണ്ട് എന്തെന്ന് പറയുന്നത്? മാപ്പിംഗ്. ഒന്നിലധികം ക്ലോസുകൾ കൂടി ചേർന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അവയെ നമ്മൾ മാപ്പിംഗ് എന്നോ അല്ലെങ്കിൽ സെലക്ട് ഫ്രം വെയർ ബ്ലോക്ക് എന്നോ പറയാറുണ്ട്. ഇനി ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഏതൊക്കെ ആട്രിബ്യൂട്ടുകളാണ് കാണേണ്ടത് അല്ലെങ്കിൽ വ്യൂ ചെയ്യേണ്ടത് അവയുടെ ലിസ്റ്റ് ആണ് ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ടേബിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ ഏതൊക്കെ ടേബിളിൽ നിന്ന് വേണം ഡേറ്റ ആ ടേബിളിന്റെ പേരുകളാണ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. കണ്ടീഷൻ എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ബൂളിയൻ എക്സ്പ്രഷൻസ് ആയിരിക്കും കണ്ടീഷൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ബൂളിയൻ എക്സ്പ്രഷനകത്ത് ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. SQLനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കുക. ഈക്വൽ ടു, ലെസ് താൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച റിലേഷണൽ ഓൾജിബ്രയ്ക്കകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തോ ഒക്കെ നോട്ട് ഈക്വൽ ടു പോലെയല്ല SQLനകത്ത് നോട്ട് ഈക്വൽ ടു. ആ ഒരു സിമ്പിൾ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്നത് സെലക്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നോക്കുക. സെലക്ട് ബി ഡേറ്റ് കോമ അഡ്രസ് ഫ്രം എംപ്ലോയി വെയർ എഫ് നെയിം ഈക്വൽ ടു ജോൺ ആൻഡ് മിനിറ്റ് ഈക്വൽ ടു ബി ആൻഡ് എൽ നെയിം ഈക്വൽ ടു സ്മിത്ത്. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെ ആട്രിബ്യൂട്ടുകളെ പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബർത്ത് ഡേറ്റും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. എവിടെ നിന്നും? എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്നും. എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് നെയിം ജോണും മിഡിൽ നെയിം ബിയും ലാസ്റ്റ് നെയിം സ്മിത്തുമായിട്ടുള്ള ആളുടെ ബർത്ത് ഡേറ്റും അഡ്രസ്സും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ. ഇപ്പൊ മൂന്നാമത്തെ മൊഡ്യൂളിനകത്ത് നമുക്ക് സെലക്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷനും ഒരു എക്സാമ്പിളും മാത്രം പഠിച്ചു വെക്കുക. ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ്.